ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഷെയർ ചെയ്യുന്നത് നമുക്ക് പാൽപ്പാടയിൽ നിന്ന് എങ്ങനെ ശുദ്ധമായ വെണ്ണയും അതുപോലെ തന്നെ നെയ്യും ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തെടുക്കുക എന്നുള്ള മെത്തേഡാണ്. സോ ആദ്യം തന്നെ ഞാനിവിടെ നല്ല കട്ടിയുള്ള പാലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പശുവിൻ പാലോ അല്ലെങ്കിൽ പാസ്ചറൈസ്ഡ് മിൽക്കോ ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ്. ഇതുപോലെ കണ്ടോ. അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് ആറാനായിട്ട് മാറ്റി വയ്ക്കുകയാണ്. കുറച്ച് നേരം ഇത് റൂം ടെമ്പറേച്ചറിൽ തുറന്ന് തന്നെ വെക്കണം. ഇപ്പം നന്നായിട്ട് അതിലേക്ക് പാട വന്നിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാനിതുപോലെ മാറ്റിയെടുക്കുകയാണ്. പാലിൻ്റെ അളവിനനുസരിച്ചിട്ട് ഇതിൽ നമുക്ക് പാൽപ്പാട കളക്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊരു ഫ്രീസർ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്ലാസ്സിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ നമുക്ക് സൂക്ഷിച്ച് ഫ്രീസറിൽ വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം ഒരാഴ്ചത്തോളം കളക്ട് ചെയ്ത പാൽപ്പാടയാണിത്. ഫ്രീസറിൽ തന്നെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോവും. ഇങ്ങനൊരു കൺസിസ്റ്റൻസിയിലാണ് ഇത് ഉണ്ടാവുക. അതിനുശേഷം നന്നായിട്ട് തണുപ്പ് പോകണം. റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കിയതിന് ശേഷം ഇതുപോലെ നല്ല തണുത്ത വെള്ളത്തിൽ മിക്സിയിൽ ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ്. കണ്ടോ, ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഐസ് ക്യൂബ്സും യൂസ് ചെയ്യാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ തണുപ്പ് മാറിയതിന് ശേഷം മാത്രം ഇതുപോലെ ബ്ലെൻഡ് ചെയ്യണം. അപ്പോഴാണ് അത് സെപ്പറേറ്റ് ആയിട്ട് വരുള്ളൂ, ബട്ടർ കറക്റ്റായിട്ട്. അതിനുശേഷം ഞാനിതിലേക്ക് ഐസ് വാട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാവും. അതിനുശേഷം ഇത് നന്നായിട്ട് അടച്ചിട്ട് മിക്സിയിൽ ഒരു 2 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലെൻഡ് ചെയ്യുകയാണ്. ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇതിപ്പോൾ കറക്റ്റായിട്ട് ബട്ടർ അതിൽ നിന്ന് വേർവിട്ട് വന്നിട്ടുണ്ട്. ബട്ടറും ബട്ടർ മിൽക്കും സെപ്പറേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് വേറൊരു ടംബ്ലറിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ ഈ സ്പൂൺ കൊണ്ട് തന്നെ ഇതുപോലെ അതിലേക്ക് ഫോം ആയിരിക്കുന്ന ബട്ടറൊക്കെ ഇങ്ങനെ സോർട്ട് ചെയ്തെടുക്കുകയാണ്. ഏകദേശം ഇത്ര ബട്ടറാണ് നമ്മളെടുത്ത പാൽപ്പാടയ്ക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് ഞാൻ വേറൊരു ടംബ്ലറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. വെള്ളം ക്ലീൻ ആവുന്നവരേക്കും നല്ല വെള്ളത്തിൽ വാഷ് ചെയ്തെടുക്കുകയാണ് ഈ ബട്ടർ. ഈ ബട്ടർ മിൽക്ക് വേണമെങ്കിൽ നമുക്ക് സംഭാരം, ഇപ്പോൾ വേനൽക്കാലം അല്ലേ, അപ്പോൾ സംഭാരത്തിന് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതിൽ എക്സ്ട്രാ വന്നിരിക്കുന്ന വെണ്ണയൊക്കെ ഇതുപോലെ നമുക്ക് കൈകൊണ്ട് തന്നെ എടുക്കാവുന്നതാണ്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതുണ്ടാവുക. നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത വെണ്ണയാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ ബ്രെഡിൽ സ്പ്രെഡ് ചെയ്യാനും അതുപോലെ തന്നെ കുക്കിങ്ങിനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ച് ഏകദേശം ഒരു മാസത്തിൽ കൂടുതൽ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരാഴ്ചയോളം പ്രിസർവ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പ്രോസസ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ണ എങ്ങനെ നെയ്യായിട്ട് ഉരുക്കിയെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു അയൺ പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഇതുപോലെ ബബിൾസൊക്കെ വരുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഉരുകി വരുന്നുണ്ട് ബട്ടർ. വളരെ പെട്ടെന്ന് ശുദ്ധമായ നെയ്യ് ചെയ്തെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. ഇതിപ്പം നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. കണ്ടോ, നെയ്ക്ക് നല്ല ഫ്ലേവറും അതുപോലെ തന്നെ ഒരു അരോമാറ്റിക് സ്മെല്ലും കിട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ മുരിങ്ങയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ഇട്ട് കൊടുക്കാവുന്നതാണ്. കണ്ടോ, അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് അമർന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അത് ജസ്റ്റ് ഒരു ഫ്ലേവറിനും അതുപോലെ തന്നെ ഒരു അരോമാറ്റിക് സ്മെല്ലിനും ആയിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് മുരിങ്ങയില കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ നെയ്യുടെ പദം കറക്റ്റായോ എന്ന് അറിയാനായിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് അരിമണികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ജസ്റ്റ് അരിമണികൾ ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് വരികയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള പദമാണ് നെയ്യുടെ. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് ഉരുക്കി എടുത്തിരിക്കുന്നത്. കണ്ടോ, അരിയുടെ പദം കണ്ടോ, ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നെയ്യ് കറക്റ്റായിട്ട് ഉരുക്കി വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്കിതൊക്കെ ഇതിലുള്ള എക്സ്ട്രാ റെസിഡ്യൂസൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാം നെയ്യ് ഇതിന്ന്. അതിനായിട്ട് ഇതിലുള്ള റെസിഡ്യൂസൊക്കെ ഇത് കണ്ടോ ഇതുപോലെ മാറ്റി വയ്ക്കുകയാണ്. നമുക്കിങ്ങനെ എക്സ്ട്രാ വരുന്ന പാൽപ്പാട കൊണ്ട് വളരെ പെട്ടെന്ന് ശുദ്ധമായ നെയ്യും വെണ്ണയും ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് കളയേണ്ട ആവശ്യമില്ല പാൽപ്പാടയൊക്കെ എക്സ്ട്രാ വരികയാണെങ്കിൽ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെരിച്ച് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നല്ല എയർ ടൈറ്റ് ആയിട്ടൊരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനൊരു കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. നമ്മളപ്പം ഇങ്ങനെ കളക്ട് ചെയ്യുന്ന നെയ്യ് എല്ലാ ആഴ്ചയും ഇത്ര തന്നെ നെയ്യ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് നമ്മളിതുപോലെ ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ നല്ല ശുദ്ധമായ നെയ്യ് വളരെ പെട്ടെന്ന് ചെയ്തെടുത്തു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറുകൾ എടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് അടച്ച് വെക്കുകയാണ് ലിഡ്. അതിനുശേഷം ഇതൊന്ന് സെറ്റ് ആയതിനു ശേഷം കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നെയ്യ് കിട്ടിയിരിക്കുന്നത്. സോ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.